ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ആഷ് ലാൻഡിന്റെ ഹാൾ ഓഫ് ദ മൗണ്ടൻ കിങ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ലൈക്ക് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് വലിയ മലകളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ, അതേപോലെ തന്നെ ആ ഒരു മലയിൽ വലിയൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. ഇപ്പൊ പല സമയങ്ങളിൽ ആ ഒരു രാക്ഷസൻ നല്ല രീതിയിൽ ഉറക്കമായിരിക്കും. രാത്രിയിലാണ് അത് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ വലിയൊരു കൊട്ടാരമാണ് കാണിക്കുന്നത്. അതിനകത്തേക്ക് ആരോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം ആ ഒരു കൊട്ടാരത്തിലെ രാജകുമാരിയെ കാണിക്കാണ്. അവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ്. അതല്ല, അവൾക്ക് ഇപ്പോൾ 18 വയസ്സായി, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജകുമാരിയെ കെട്ടിക്കാനായിട്ട് അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധം പിടിക്കുന്നുണ്ട്. അതല്ല, ഇപ്പോൾ നമ്മുടെ രാജകുമാരിയുടെ 18ാമത്തെ ജന്മദിനം കൂടിയാണ്. ആ ഒരു ദിവസം തന്നെ രാജകുമാരിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു രാജകുമാരനെ കണ്ടുപിടിക്കണം, അവളെ നല്ലൊരാൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രാജകുമാരനായിട്ടുള്ള ഫ്രെഡറിക്കിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഫ്രെഡറിക് ആണെങ്കിലോ രാജകുമാരിയുടെ ഫിയാൻസേ കൂടിയാണ്. പക്ഷേ രാജകുമാരിക്കാണെങ്കിലും ഒരിക്കലും ഫ്രെഡറിക്കിനെ ഇഷ്ടമല്ല. അങ്ങനെ ഈ ഒരു കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴേക്കും നമ്മുടെ രാജാവിനാണെങ്കിലും ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്രെഡറിക്കിന്റെ ആ ഒരു ചിത്രം കൊണ്ടുവന്നിട്ട് രാജകുമാരുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും നീ ആരെങ്കിലും വിവാഹം കഴിച്ചേ പറ്റൂ, നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ രാജാവ് നേരെ രാജകുമാരുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ രാജകുമാരിയെ അവിടെ കാണുന്നില്ല. അതുപോലെ കട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെ കിടക്കുന്നത് പോലെ തുണി എടുത്ത് മാറ്റുമ്പോഴത്തേക്കാണ് അത് ഈ ഒരു കച്ചിലെല്ലാം കൊണ്ട് അവളെ പോലെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ രാജകുമാരി അവിടെയുള്ള ഒരു കുതിരയെ എടുത്തിട്ട് അടുത്തുള്ള അവർ കാടിനകത്തേക്ക് ഓടിച്ചു പോവാണ്. കാരണം ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് എസ്പൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധാരണക്കാരനാണ്. ഇപ്പൊ എസ്പൻ ആണെങ്കിലും തന്റെ ആ ഒരു വില്ലേജിൽ നിന്നും അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഫുഡ് ശേഖരിക്കാതെ നടന്നു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു രാജകുമാരി ഉണ്ടല്ലോ, അവൾ ആ ഒരു കുതിരയിൽ എസ്പന്റെ പുറകിലൂടെ നല്ല വേഗതയിൽ പോകുമ്പോൾ അവനാണെങ്കിലും പേടിച്ചിട്ട് നേരെ അടുത്തുള്ള ആ ഒരു പുഴയിലേക്ക് വന്ന് വീഴും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ രാജകുമാരി ആണെങ്കിലോ പെട്ടെന്ന് തന്നെ തന്റെ കുതിരയെ നിർത്തിയിട്ട് നമ്മുടെ എസ്പനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി രണ്ടുപേരും കൂടി കരയിലേക്ക് കയറിയിരിക്കുമ്പോൾ എസ്പൻ ആണെങ്കിലും രാജകുമാരി കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതലും ഈ ഒരു പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രാജകുമാരിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് അവളെല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചു കിടക്കും. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നല്ല രാജകുമാരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരി എസ്പൻ, ഞാൻ എന്തായാലും പോവാണ് എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറുമ്പോൾ നമ്മുടെ എസ്പൻ അവളുടെ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ രാജകുമാരി പറയും, അല്ല ഇനി നമുക്ക് എന്തായാലും കണ്ടുമുട്ടാം, അപ്പോഴത്തേക്ക് ഞാൻ എന്റെ പേര് പറയാന്ന് പറഞ്ഞ് അവിടെ നിന്നും ആ ഒരു കുതിര എടുത്തു പോകും. അങ്ങനെ അത് കഴിഞ്ഞ് എസ്പൻ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോഴാണ് അവന്റെ സഹോദരങ്ങളായിട്ടുള്ള പിയറും പോളും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ എസ്പൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ അച്ഛൻ അവിടേക്ക് വന്ന് എസ്പനോട് നീ ഫുഡെല്ലാം ശേഖരിക്കാനായിട്ട് പോയിട്ട് എന്തായി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ഒരു ബാഗ് തട്ടി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ അവർ അച്ഛന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സഹോദരങ്ങളോട് പറയും, ശരി എന്തായാലും നിങ്ങൾ കണ്ടിന് പോയിട്ട് വാ, കാരണം ഇന്ന് നമുക്ക് കഴിക്കാൻ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പിയർ എന്ന് പറഞ്ഞിട്ട് എസ്പന്റെ സഹോദരനല്ലോ, അവൻ ഈ എസ്പനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം നല്ല എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും നല്ല കട്ടിയുള്ള ജോലിയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ എസ്പൻ എപ്പോഴും ഒരു മണ്ടനെ പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിലെ എസ്പൻ അവരുടെ വീട്ടിലിരുന്നിട്ട് ഈ ഒരു തീയെല്ലാം കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവരുടെ ആ ഒരു സ്ഥലം നല്ലപോലെ കുലുങ്ങുന്നത് പോലെ ഒരുപക്ഷെ അത് ആ ഒരു മോൺസ്റ്റർ മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ അവൻ ചിന്തിച്ചിട്ട് അത് കഴിഞ്ഞ് അവൻ ആ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിന്നും ഒരു കമ്പി എടുത്തിട്ട് ഈ വാള് ഉപയോഗിക്കുന്നത് പോലെ അവനിങ്ങനെ വീശുമ്പോഴത്തേക്കും അതിലൊരു കനൽ തീർച്ചി അടുത്തുള്ള ഷീറ്റിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അത് കത്തിപ്പിടിക്കുമ്പോഴത്തേക്കും ഇവൻ ഓടി വന്നത് അണയ്ക്കാൻ ശ്രമിച്ച അവസാനം ആ ഒരു വീട്ടിലെ പല ഭാഗങ്ങളും കത്തിപ്പിടിച്ച് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു വീട് മുഴുവനായിട്ട് നിന്ന് കത്തുന്നു. എന്റെ അമ്മോ, ഇതുപോലെ ഒരു മണ്ടൻ. ആ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ രാജകുമാരിയല്ലോ ഇപ്പോഴും തന്റെ കുതിരപ്പുറത്ത് ആ ഒരു കാട്ടിലൂടെ രാത്രിയിൽ എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് കാടിനകത്ത് എന്തോ ഒരു ശബ്ദം. അവൾക്ക് എന്തോ നല്ലതുപോലെ തോന്നില്ല. പെട്ടെന്ന് ആ ഒരു കുതിരയാണെങ്കിലും പേടിച്ചിട്ട് രാജകുമാരിയെ പെട്ടെന്ന് താഴേക്ക് തള്ളിയിട്ട് അത് അവിടെ നിന്ന് ഓടി പോകുന്നതും ഇപ്പൊ വലിയൊരു ശബ്ദം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളായാലും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോഴേക്കും പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വീഴുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ നിഴലി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹണ്ടിങ്ങിന് പോയ എസ്പന്റെ സഹോദരങ്ങളും അച്ഛനും തിരിച്ചു വരുമ്പോഴത്തേക്കും വീട് മൊത്തവും കത്തി നശിച്ചു നിൽക്കുന്നു. അവരാണെങ്കിൽ ആ ഒരു മണ്ഡലത്തെ കാണിച്ചതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയായി. ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവരുടെ അച്ഛനാണെങ്കിലും അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് നോക്കുമ്പോഴേക്കും അത് പാതി കത്തി നശിച്ചിട്ടുണ്ട്. ആ ഒരു ദേശത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നമ്മുടെ ആ ഒരു രാജകുമാരൻ ഫ്രെഡറിക് ഉണ്ടല്ലോ, അവൻ അവന്റെ ആളുകളെയും കൂടി ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. എന്നിട്ടാണ് ഇവരോട് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും രാജകുമാരി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും രാജകുമാരിയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾ സഹായിച്ചേ പറ്റൂ. അങ്ങനെ രാജകുമാരി ആരാണോ കണ്ടുപിടിക്കുന്നത് അവർക്ക് അതിന്റേതായിട്ടുള്ള പാരിതോഷികം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ട എപ്സന്റെ അച്ഛനാണെങ്കിലും എന്റെ പൊന്നുമോനെ നീ ഇതിനെങ്കിലും ഒന്ന് പോ, ഈ ഒരു നല്ല കാര്യങ്ങൾ ചെയ്താ അങ്ങനെയായി നമുക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീട് വീണ്ടും ഉണ്ടാക്കി നല്ലൊരു ജീവിതം ജീവിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് എസ്പന്റെ സഹോദരങ്ങളോടൊപ്പം തന്നെ എസ്പനെ പറഞ്ഞുവിടാണ്. അങ്ങനെ ഇവർ മൂന്നേരും രാജകുമാരി അന്വേഷിച്ച് ആ ഒരു കാടിനുള്ളിലൂടെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ എസ്പൻ താഴെയായിട്ട് പൊട്ടിക്കിടക്കുന്ന ഒരു കണ്ണാടിയും അതേപോലെ തന്നെ ഒരു തൊപ്പിയും കിട്ടുന്നു. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉപയോഗം വന്നാലോ. അങ്ങനെ എസ്പൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവന്റെ രണ്ട് സഹോദരങ്ങൾക്കും അവൻ ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ എസ്പനെ അടുത്ത് നിന്ന് ഒരു വയസ്സുള്ള സ്ത്രീ സഹായം ചോദിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. അവനാണെങ്കിലോ ഈ ഒരു സഹോദരങ്ങളോട് പറയാതെ അതിനകത്തേക്ക് കയറി പോയിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും നടന്നു പോവാണ്. അങ്ങനെ നമ്മുടെ എസ്പൻ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ വലിയ മൂക്കുകളുള്ള ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണിത്. ഇപ്പൊ വയസ്സായിട്ടുള്ള ആ ഒരു സ്ത്രീ എസ്പനോട് പറയുന്നതാണെന്ന് വെച്ചാൽ നിനക്ക് ആ ഒരു രാക്ഷസനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നീ ആ ഒരു അത്ഭുത ശക്തിയുള്ള വാൾ കണ്ടുപിടിക്കണം. ആ ഒരു വാൾ വെച്ച് മാത്രമേ നിനക്ക് ആ ഒരു മലകളുടെ രാജാവായിട്ടുള്ള രാക്ഷസനെ തടയാനായിട്ട് കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ എസ്പൻ ഒരു മാജിക്കൽ മാപ്പ് ഇങ്ങനെ കൊടുക്കാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇനി പോകേണ്ട സ്ഥലങ്ങൾ ഏതാണെന്ന് തെളിഞ്ഞു വരും. എന്നിട്ട് ആ ഒരു സ്ത്രീയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഇവനായാലും അത് നോക്കി നടന്നു പോകുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഇവൻ ഇത്രയും നേരം നിന്നിരുന്നത് ആ ഒരു വലിയ രാക്ഷസന്റെ കാൽപ്പാടിനുള്ളിലാണെന്ന് അവൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാജകുമാരിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവനിങ്ങനെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവിടെ കൊട്ടാരത്തിലെ അവിടെയുള്ള ഒരു ജോലിക്കാരൻ ഒരു വലിയ പല്ല് കൊണ്ടുവന്ന് രാജാവിനെ കാണിച്ചിട്ട് നമ്മുടെ രാജകുമാരിയെ ആ മലകളിലെ വലിയ രാക്ഷസൻ അവൻ തട്ടിക്കൊണ്ട് പോയെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം അവന്റെ പല്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശരി തന്നെയാണ്. അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ രാജകുമാരി വലിയൊരു ഗോയ്ക്കകത്തു നിന്നാണ് കണ്ണു തുറക്കുന്നത്. അവിടെ നിന്ന് വെളിയിലേക്ക് പോയിട്ട് അവൾക്ക് വേറെ വഴിയൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല.
കാരണം ആ ഒരു രാക്ഷസൻ അവളെ പിടിച്ച് ഒരു ഗോയ്ക്കകത്ത് കൊണ്ടിട്ടേക്കാണ്. ഇവിടെയാണെങ്കിലോ നമ്മുടെ എസ്പൻ ഇപ്പോൾ നിർത്തുന്നില്ല ആ ഒരു രാജകുമാരിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് എസ്പന്റെ ആ ഒരു രണ്ട് സഹോദരങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഒരു കൂടെ നിറയെ സ്വർണ്ണ നിറത്തിലുള്ള ആപ്പിളുകൾ ഇരിക്കുന്ന കാണുന്നത്. അതുപോലെ ഇത്രയും നേരം നടന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പായതുകൊണ്ട് രണ്ടുപേരും അത് മുഴുവനായിട്ട് കഴിച്ചു തീർക്കും. എന്നിട്ട് രണ്ടുപേരും കുറെ നിറങ്ങി നിന്ന് ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് പല വശങ്ങളിൽ നിന്നും സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ അവരെ വശീകരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇവരാണെങ്കിലും ഈ സുന്ദരികളായ സ്ത്രീകളെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ എസ്പനാണെങ്കിലോ അവന്റെ ആ ഒരു മാപ്പ് നോക്കിയിട്ട് അവനും ഇവന്റെ സഹോദരങ്ങളിൽ നിന്ന് അതേ സ്ഥലത്ത് തന്നെ വരുമ്പോഴത്തേക്കും സഹോദരങ്ങളെ ആരൊക്കെ കൊണ്ടുവന്ന കാര്യം അവൻ കണ്ടിട്ട് ആ ഒരു വശത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ആ ഒരു സ്വർണ്ണ ആപ്പിൾ അവൻ കാണുന്നത്. വിശക്കുന്നത് കൊണ്ട് തന്നെ അവനും അതിന്റെ പകുതി എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവനെ ചിരിച്ചിരിച്ച് ഇവരുടെ പിറകെ തന്നെ നടന്നു പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്ന് ആ ഒരു സുന്ദരികളായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു മേശ നിറയെ ഒരുപാട് ആഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ സ്ത്രീകളായാലും ഇവരെ നല്ലതുപോലെ തന്നെ സൽക്കരിക്കെല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു സഹോദരങ്ങളാണെങ്കിലോ മതി മറന്ന് ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവിടേക്ക് വന്നിരുന്ന നമ്മുടെ എസ്പനാണെങ്കിൽ വീണ്ടും അവിടെ ഇത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടുത്തെ റിയാലിറ്റി സത്യം എന്താണെന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇതെല്ലാം നശിച്ചുപോയ ആഹാരങ്ങളാണ്. അതാണ് അവന്റെ സഹോദരങ്ങൾ കഴിക്കുന്നത്. അതുമല്ല പിന്നീട് ഒരു കാര്യം കൂടി അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവന്റെ സഹോദരങ്ങളെ അവർ വശീകരിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടികളെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളൊന്നുമല്ല, അവർ മന്ത്രവാദികളാണ്. അപ്പൊ എസ്പൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു മന്ത്രവാദി അവന് കഴിക്കാനായിട്ട് ഒരു ആപ്പിൾ കൂടി കൊടുക്കുമ്പോഴത്തേക്കും അവൻ അതുകൂടി കഴിക്കുന്നതും കുറച്ചുകൂടി അവൻ വശീകരണപ്പെട്ട് അവിടെ തന്നെ ഇരിക്കാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എസ്പന് വീണ്ടും യഥാർത്ഥ കാര്യം എന്താണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നേരിട്ട് കാണുന്നു. പറഞ്ഞാൽ അടയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇതെങ്ങനെയും തന്റെ സഹോദരങ്ങളെ അറിയിക്കണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പാതിയെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നമുക്ക് എന്തായാലും വെളിയിൽ വരെ പോകാം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നെല്ലാം പറഞ്ഞ് ആ രണ്ട് സഹോദരങ്ങളെ വിളിച്ചിട്ട് നേരെ വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് രണ്ടുപേരുടെയും മുഖത്ത് ഓരോ അടി അടിക്കുമ്പോഴത്തേക്കാണ് അവർക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു മന്ത്രവാദികൾ വീണ്ടും ഇവരെ വശീകരിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോൾ ഇവർ മന്ത്രവാദികളാണെന്നുള്ള കാര്യം ഇവർ മൂന്നുപേരും മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ ഒരു മന്ത്രവാദികൾ അവരെ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ മൂന്നുപേരും ആ ഒരു ഗുഹ കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗുഹ ഇപ്പൊ തകർന്ന് അത് മൂടിപ്പോവാണ്. അങ്ങനെ ഇത് കാരണം ഈ ഒരു രണ്ട് സഹോദരങ്ങൾക്ക് നമ്മുടെ എസ്പനോട് ചെറിയ ഇഷ്ടം തോന്നാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നുപേരും വീണ്ടും യാത്ര തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ എസ്പൻ മറ്റൊരു കാര്യം പറയുന്നത്. ആ ഒരു മലമുകളിലെ രാക്ഷസനല്ലേ, അയാളെ ഇതുവരെയും ആരും നേരിട്ട് കണ്ടിട്ടില്ല. കാരണം രാത്രി സമയങ്ങളിലാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പകൽ സമയം ഇറങ്ങി സൂര്യപ്രകാശം അയാളുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ട് ഒരു കല്ലായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഇവരുടെ യാത്ര ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം ഒരു ശക്തിയുള്ള വാളുണ്ടല്ലോ, അത് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം ഈ ഒരു സഹോദരന്മാരോട് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ രാജകുമാരി അവൾക്ക് ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലല്ലോ. ആ ഒരു ഗോയ്ക്കകത്തേക്ക് കിടക്കാണ്. അപ്പോഴേക്കാണ് അവൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഈ ഒരു രാക്ഷസനാണെങ്കിലോ അവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മാംസം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. രാജകുമാരിക്ക് ഇപ്പൊ വേറെ വഴിയില്ല, നല്ലപോലെ വിശക്കുന്നത് കൊണ്ട് തന്നെ അവളും വേറെ വഴിയില്ലാതെ അത് തന്നെ എടുത്ത് കഴിക്കുന്നു. അതേസമയം ഈ ഒരു സഹോദരന്മാരെ ഇവർ ഒരുപാട് ദൂരം നടന്നിട്ട് ഇപ്പൊ നല്ലപോലെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് ഒരു ബാർ ഇവർ കാണുന്നത്. ഓക്കെ അതിനകത്ത് കയറി കഴിക്കാം എന്നും പറഞ്ഞിട്ട് മൂന്നുപേരും അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആൾറെഡി തന്നെ അവിടെ ആ ഒരു ഫ്രെഡറിക് എന്ന് പറഞ്ഞ ഒരു രാജകുമാരനുണ്ടല്ലോ, അവനും അവന്റെ കൂട്ടാളികൾ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അവിടെയുള്ള ഒരു പടയാളി നമ്മുടെ എസ്പനും അവന്റെ സഹോദരങ്ങളും ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യം ആ ഒരു രാജകുമാരനോട് പറയും. അപ്പോഴേക്കും ആ ഒരു രാജകുമാരൻ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ എസ്പന്റെ കയ്യിൽ ആ ഒരു മാജിക്കൽ മാപ്പ് ഉണ്ടല്ലോ, അതിൽ ഈ ഒരു രാജകുമാരി എവിടെയാണെന്നുള്ള കാര്യം അവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നുള്ള കാര്യം ഈ ഒരു രാജകുമാരൻ മനസ്സിലാക്കും. എന്നിട്ട് നേരെ നമ്മുടെ എസ്പന്റെ അടുത്തേക്ക് വന്ന ഒരു രാജകുമാരി ചോദിക്കും, ഓക്കെ നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മാപ്പ് അത് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ പണം ഞാൻ നിങ്ങൾക്ക് തരും, അത് വെച്ചിട്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വീണ്ടും കെട്ടാൻ കഴിയും. പക്ഷേ ഇത് കേട്ട് നമ്മുടെ എസ്പൻ ആണെങ്കിൽ ആ ഒരു മാപ്പ് രാജകുമാരന് കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. കാരണം ആ ഒരു രാജകുമാരന്റെ ഉദ്ദേശം നല്ലതല്ല എന്നാണ് ഇപ്പൊ എസ്പൻ വിചാരിക്കുന്നത്. ഇത് കാരണം ആ ഒരു രാജകുമാരൻ ഇപ്പൊ എസ്പന്റെ കയ്യിൽ നിന്നും ആ ഒരു മാപ്പ് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ എസ്പൻ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ നല്ല ചൂട് സൂപ്പ് എടുത്ത് രാജകുമാരന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പടയാളികളാണെങ്കിൽ എസ്പനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഇപ്പൊ ആ ഒരു രാജകുമാരനായാലും എസ്പനെ കൊല്ലായിട്ട് നിൽക്കാണ്. അപ്പോഴേക്കാണെങ്കിൽ ഈ ഒരു ബാറിലുള്ള വെയിറ്റർ ആയിട്ടുള്ള സ്ത്രീയുണ്ട്, അവർ നമ്മുടെ എസ്പനെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് കൊടുക്കും. അതും പിടിച്ച് എന്നിട്ട് അതും വെച്ച് ഈ ഒരു രാജകുമാരൻ വെട്ടാനായിട്ടെല്ലാം വരുമ്പോഴത്തേക്കും ഇതുകൊണ്ട് തന്നെ തടയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു രാജകുമാരൻ വെട്ടാനെല്ലാം വരുമ്പോഴത്തേക്കും ഒഴിഞ്ഞു മാറി നിൽക്കാണ് ജസ്റ്റ് മിസ് എല്ലാം. അവസാനം ഈ ഒരു റോൾ ഉണ്ടല്ലോ അതെടുത്ത് ഒറ്റയേറ് ഇത് നേരെ വന്ന് എസ്പന്റെ സഹോദരനെ കൊല്ലായിട്ട് നിൽക്കുന്ന ആ ഒരു പടയാളിയുടെ തലയിലേക്ക് വന്ന് വീഴുന്നതും ഇവരെല്ലാവരും ഒരു വേഗത്തിൽ ആ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി ഓടാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും അവിടെ നിന്നും അടുത്തുള്ള ഒരു കാടിനകത്തേക്ക് ഓടി കയറിയിട്ട് ഓക്കെ അവർ പുറകിൽ കാണത്തില്ലെന്നെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരു അമ്പ് വന്നിട്ട് അടുത്തുള്ള മരത്തിൽ തറച്ചു കയറുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പിറകെ തന്നെയുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു മൂന്നുപേരും വീണ്ടും അവിടെ നിന്ന് ഓടി. ഇപ്പൊ അവസാനം ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ആ ഒരു രാജകുമാരനും അവന്റെ കൂട്ടാളികളും പുറകെ തന്നെയുണ്ട്. ഇപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വേറെ വഴിയില്ലാതെ ഇവർ മൂന്നുപേരും ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ഒറ്റച്ചാട്ടം താഴെ വീഴുമ്പോഴത്തേക്കും മൂന്നുപേർക്ക് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല. അങ്ങനെ മൂന്നുപേരും ഒരു വിധത്തിൽ ആ ഒരു വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുമ്പോഴത്തേക്കും പോളുണ്ടല്ലോ അവനാണെങ്കിലും നമ്മുടെ എസ്പനെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു രാജകുമാരൻ നമുക്ക് പണം തരാമെന്ന് പറഞ്ഞതാണ്. അത് കിട്ടിയതിൽ നമ്മുടെ എല്ലാ പ്രശ്നവും കഴിയുമായിരുന്നു. പക്ഷെ നീ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഫാമിലി പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മൂന്നുപേരും അവിടെ കിടന്ന് അടിയുണ്ടാക്കാണ്. എന്നിട്ട് പോയി ചോദിക്കും ശരി ആ ഒരു മാപ്പിന് നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും വീണ്ടും കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ എസ്പൻ ആണെങ്കിൽ ഇപ്പോ ഈ മൃഗങ്ങളുടെ എല്ലുകളുണ്ടല്ലോ അതിങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതെടുത്ത് കയ്യിൽ വെച്ച് ഇവരങ്ങനെ മുന്നിലേക്ക് നടന്നു പോവാണ്. ഇവിടെ നമ്മുടെ രാജകുമാരി ആണെങ്കിലോ ഇപ്പൊ ആ ഒരു ഗോയ്ക്കകത്ത് കിടക്കുമ്പോഴേക്കും ഈ ഒരു രാക്ഷസൻ അവളെ തൊടാനായിട്ട് വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ രാജകുമാരി ഒരു മൂർച്ചയുള്ള കമ്പെടുത്ത് അതിന്റെ കയ്യിലേക്ക് ഒറ്റ കുത്ത് എന്നിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് ദൂരം ഓടുന്നതിന് മുന്നേ തന്നെ ആ ഒരു രാക്ഷസൻ രാജകുമാരി അങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ തൂക്കി നിർത്തിയേക്കുമ്പോഴത്തേക്കും രാജകുമാരി എന്തായാലും രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ല പറ്റും. അതുകൊണ്ട് ആ ഒരു രാക്ഷസനെ പറ്റിക്കാൻ വേണ്ടി അവൾ പറയും ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ നല്ലതുപോലെ ഡ്രസ് ചെയ്തിട്ടുള്ള ഒരാൾ മാത്രമേ വിവാഹം കഴിക്കൂ എന്നെല്ലാം പറഞ്ഞ ഒരു രാക്ഷസനെ പറ്റിയാൻ ശ്രമിക്കാണ്. പക്ഷേ രാക്ഷസനാണെങ്കിലോ അവളെ നേരെ വീണ്ടും ആ ഒരു ഗോയ്ക്കുള്ളിലേക്ക് തന്നെ കൊണ്ടുവരാണ്. അതേസമയം ഇവിടെ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഇവർ മൂന്നുപേരും നടന്നു പോവാണ്. ഇപ്പൊ ഇവർ മൂന്നുപേരും എത്തിയിരിക്കുന്നത് പുകയെല്ലാം നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഇവരാണെങ്കിൽ നല്ലതുപോലെ ആരെയും പരസ്പരം കാണാൻ കഴിയത്തില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴേക്കും നമ്മുടെ എസ്പന്റെ കാലിൽ ഒരു ചെടിയിൽ കുടുങ്ങി പോകും. അവൻ അതും വലിച്ചേരി അവന്റെ സഹോദരങ്ങളെ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരെ കാണാൻ കഴിയുന്നില്ല. അവരെവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു രാജകുമാരൻ അവരെ രണ്ടുപേരും പിടിച്ചുകൊണ്ട് വീട്ടിലെടുത്ത് കെട്ടിയിട്ടേക്കാണ്.
അങ്ങനെ എസ്പൻ ആണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വെള്ളത്തിലെ ആ ഒരു ശക്തിയുള്ള വാളുള്ള സ്ഥലമുണ്ടല്ലോ അതിങ്ങനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വെള്ളത്തിനടിയിലേക്ക് ചാടി അതെടുക്കാനായിട്ട് അടിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളത്തിൽ തന്നെ അമാനുഷിക ശക്തിയുള്ള ഒരുപാട് രൂപങ്ങളുണ്ട്. അത് നമ്മുടെ എസ്പൻ കാണുന്നില്ല. എന്നിട്ട് ആ ഒരു ജീവികളെല്ലാം നമ്മുടെ എസ്പനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു വിധത്തിൽ അതിൽ നിന്നെല്ലാം മാറി ഒഴിഞ്ഞ അവസാനം ആ ഒരു വാള് വെളിയിലേക്ക് കൊണ്ടുവന്ന് വരാണ്. അങ്ങനെ ആ ഒരു വാള് കൊണ്ട് വീണ്ടും തന്റെ സഹോദരങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ആ ഒരു രാജകുമാരൻ ഇവരെ രണ്ടുപേരെ പിടിച്ച് കെട്ടിയിരിക്കുന്ന കാര്യം നമ്മുടെ എസ്പൻ കാണുന്നത്. ഇനിയിപ്പോ എങ്ങനെയായാലും അവരെ രക്ഷിച്ചേ പറ്റും. അതുകൊണ്ട് അവർ ചത്തിടക്കുന്ന ഒരു കരടിയുടെ തോലുണ്ട്. അതെടുത്ത് ദേഹത്തേക്ക് ഒരു കരടിയെ പോലെ ഇങ്ങനെ അലറി വിളിച്ച് ഇവരുടെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും ആ ഒരു രാജകുമാരനും അതുപോലെ തന്നെ കൂടുതൽ രണ്ടുപേരും വിചാരിക്കും ഇത് യഥാർത്ഥ കരടിയാണെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ഇവിടെ അടുത്തായിട്ട് നിൽക്കുന്ന മറ്റൊരു പടയാളിക്ക് അറിയാം അത് നമ്മുടെ എസ്പനാണെന്ന്. അതുകൊണ്ട് തന്നെ അവരെ ഇടിച്ച് താഴെക്കിട്ട് ഇപ്പൊ അവസാനം ആ ഒരു രാജകുമാരന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ എസ്പനെയും അവരുടെ സഹോദരങ്ങളോടൊപ്പം തന്നെ കിട്ടിയാണ്. എന്നിട്ട് ആ ഒരു മാന്ത്രിക വാളുണ്ടല്ലോ അതും ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു രാക്ഷസന്റെ അടുത്തേക്ക് തന്നെ പോകാനായിട്ട് ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് നമ്മുടെ എസ്പനെ അവന്റെ സഹോദരങ്ങളെ കൂടെ കൊണ്ട് പോകുന്നുണ്ട്. കാരണം ഇവർ വെച്ചിട്ട് ആ ഒരു രാക്ഷസനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും ആ ഒരു രാജകുമാരന്റെ അവന്റെ കൂട്ടാളികളും അവിടെ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ എസ്പനെ സഹോദരങ്ങളെയും ആ ഒരു മരത്തിൽ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവരെ ശബ്ദം കേൾക്കുന്നത്. ആ ഒരു രാക്ഷസൻ നടക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ അത് നല്ലതുപോലെ കേൾക്കുന്നതും ഈ രാക്ഷസൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇവർ മൂന്നൊക്കെ രക്ഷപ്പെടണല്ലോ. അതിന് മുന്നേ തന്നെ ആ ഒരു രാജകുമാരനും അവന്റെ കൂടെ എല്ലാവരും ഈ ഒരു ശബ്ദം കേട്ട് അവിടെ നിന്ന് ഓടിയെന്ന് രക്ഷപ്പെടാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാക്ഷസൻ അടുത്തേക്ക് എത്താറായി. ഇപ്പൊ മൂന്നുപേരും അവിടെ എല്ലാം നോക്കിയിട്ട് അവസാനം മൂർച്ചയിൽ കല്ലൂർ കേട്ടും അത് വെച്ചിട്ട് ഈ ഒരു കയറുണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട്. അടുത്തടുത്ത് ഈ ഒരു രാക്ഷസൻ അവരെ പിടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ മൂന്നുപേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ രാക്ഷസൻ അവരുടെ പുറകെ തന്നെ വിടുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു രാജകുമാരൻ കൂടുതൽ രണ്ടുപേരും ഒരു പാളയം എടുത്ത് ഒളിച്ചിരിക്കുമ്പോൾ രാക്ഷസൻ അവരെ കണ്ടിട്ട് അവർ എടുക്കാനായിട്ട് വരുന്നതും നമ്മുടെ രാജകുമാരൻ ഇവരെ രണ്ടുപേരും മുന്നിലേക്ക് തള്ളിയിട്ട് ഒരു ഒറ്റ ഓട്ടം ഓടുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും ആ ഒരു രാക്ഷസനെ പിടിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ രാജകുമാരനാണെങ്കിലോ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. ഇവന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രാക്ഷസനെ അത്ര ഉയരാനാണോ എന്തായാലും ആ ഒരു മരങ്ങളും കാട്ടി ഉയരം ആ ഒരു രാക്ഷസനുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു മടൻ അറിയുന്നില്ലല്ലോ. അപ്പോഴേക്കും രാജകുമാരൻ നോക്കുമ്പോൾ അടുത്തൊരാൾ മുകളിലേക്ക് കയറി വരുന്നു. ഇവരുടെ കൂടെ ഒരാളാണ്. പക്ഷെ ആ ഒരു രാക്ഷസൻ പിടിക്കാതെ പേടിച്ചിട്ട് നമ്മുടെ രാജകുമാരൻ അവന്റെ കയ്യിലേക്ക് ചവിട്ടി അവനെ താഴെടുന്നതും അവൻ ആ ഒരു രാക്ഷസൻ പിടിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു രാജകുമാരൻ മരത്തിന്റെ മുകളിലാണെന്ന് ആ ഒരു രാക്ഷസൻ അറിയാം. അതുകൊണ്ട് തന്നെ അവനെയും അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. അപ്പോഴേക്കാണ് ഇവർ മൂന്നുപേരും ഒരു തോളിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു സഹോദരനെ ആ ഒരു രാക്ഷസൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പോളും അതേപോലെ തന്നെ എസ്പനും മാത്രമേ ഉള്ളൂ ബാക്കി. ഈ സഹോദരനെ രക്ഷിക്കണം അതേപോലെ തന്നെ ആ ഒരു രാജകുമാരിയെ രക്ഷിക്കണം. അതുപോലെ എസ്പൻ പറയുന്നുണ്ട് ഇതെല്ലാം എന്റെ തെറ്റാണ് ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് എസ്പൻ പറയും ഓക്കെ നമ്മൾ എന്തായാലും അവരെ രക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നടന്നു പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു രാജകുമാരൻ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു ശക്തിയുള്ള വാളുണ്ടല്ലോ അത് ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം നടന്ന് അവസാനം ആ ഒരു രാക്ഷസന്റെ ഗുഹ ഇവർ രണ്ടുപേരും കണ്ടുപിടിക്കും. അത്രയും വലുതാണ്. അതിനുള്ളിലേക്ക് രണ്ടുപേരും കയറി പോകുന്നുണ്ട്. കുറെ ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ അത്രയും ഡേഞ്ചർ ആണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായി. അതുപോലെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ സഹോദരനായിട്ടുള്ള പേരിന്റെ ഷൂ ഉണ്ടല്ലോ അതുകൂടി ഇവിടെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും അവരെല്ലാവരും ഇതിനുള്ളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. നമ്മുടെ എസ്പൻ ഇപ്പോൾ അവിടെ കല്ലിൽ ഒരു ചരട് കെട്ടിയിട്ട് അതുവഴിയാണ് ഉള്ളിലേക്ക് നടന്നു പോകുന്നത്. കാരണം ഇവർക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു വള്ളിയിൽ പിടിച്ചാൽ തിരിച്ചു വരാനും. അങ്ങനെ പതിയെ പതിയെ മുന്നിലേക്ക് പോകുമ്പോഴേക്കാണ് പെട്ടെന്ന് നമ്മുടെ എസ്പൻ ഉണ്ടല്ലോ ഏതോ ഒരു സ്ഥലത്ത് ചവിട്ടിയിട്ട് ആ ഒരു ഭാഗം പൊളിഞ്ഞ് ഒരു കുഴിയിലേക്ക് വീഴായിട്ട് പോകുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ പോൾ അവരെ വലിച്ച് മുകളിലേക്ക് കയറ്റുമ്പോഴേക്കും ഇവർ താഴേക്ക് നോക്കുമ്പോഴേക്കാണ് ആ ഒരു കുഴിയിലാണ് നമ്മുടെ ആ ഒരു രാജകുമാരി അതേപോലെ തന്നെ ഇവരുടെ സഹോദരനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കയറെടുത്ത് താഴെക്കിട്ട് ഓരോരുത്തരായിട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു രാക്ഷസന്റെ ശബ്ദം നല്ലപോലെ കേൾക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് പുറത്ത് പോയേ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ പോകേണ്ട ആ ഒരു വഴിയിലാണ് ഈ ഒരു രാക്ഷസൻ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് ആ ഒരു രാക്ഷസനെ കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ ആ ഒരു രാക്ഷസന് വലിയൊരു വാലുണ്ട്. അതിങ്ങനെ കിടക്കുമ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് ആ ഒരു വാലിന്റെ മുകളിലൂടെ ചാടി അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് പോകുന്നതും അവസാനം ആ ഒരു രാജകുമാരനുണ്ടല്ലോ അവൻ നടന്നു വന്ന അവസാനം ഈ ഒരു വാലിലേക്ക് വന്ന ഒറ്റത്തട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാക്ഷസൻ പെട്ടെന്ന് കണ്ണുറന്ന് ഇവരെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഓടാണ്. ഈ ഒരു രാക്ഷസൻ അവരുടെ പുറകെ തന്നെ അവരെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ ഇവരെല്ലാവരും നല്ല വേഗതയിൽ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരുടെ മുന്നിലായിട്ട് വലിയൊരു കുഴി. അവിടേക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ രാജകുമാരി പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മലയുടെ മുകളിലേക്ക് പോകാം. കാരണം സൂര്യൻ ഉദിക്കാറായി. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആ ഒരു രാക്ഷസൻ ഒരിക്കലും വെളിയിലേക്ക് വരത്തില്ല. ഇവർക്കിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ആ ഒരു മലയുടെ മുകളിലേക്ക് പതിയെ കയറാണ്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു രാക്ഷസൻ ഉണ്ടല്ലോ ഇവരെ പിടിക്കാൻ വേണ്ടി അവരുടെ പുറകെ തന്നെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഇവരെല്ലാവരും ഓടി ആ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു രാക്ഷസൻ ഇവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എസ്പന്റെ കയ്യിൽ ആ ഒരു വാളുണ്ടല്ലോ അത് വെച്ച് ഈ ഒരു രാക്ഷസൻ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു ആ ഒരു രാക്ഷസന്റെ കാലിലേക്ക് അവനെ വെട്ടുന്നുണ്ട്. ആ വെട്ടുകൊള്ളുമ്പോഴത്തേക്കും ഈ ഒരു രാക്ഷസൻ അവനെ കൈ കൊണ്ട് ഒരു ഒറ്റയടി അവൻ തെറിച്ചൊരു വശത്തേക്ക് വന്ന് വീഴാണ്. അവന്റെ ബോധം പോയി. അങ്ങനെ ഇത് കണ്ട എസ്പന്റെ സഹോദരനായിട്ടുള്ള പോൾ ഒരു വലിയ കല്ലെടുത്ത് ഈ ഒരു രാക്ഷസൻ എറിയുന്നുണ്ട്. എന്നിട്ട് ഒരു അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവനെയും ഇതുപോലെ ആ ഒരു രാക്ഷസൻ കൈ കൊണ്ട് അടിച്ചങ്ങ് ദൂരേക്ക് കളയാണ്. അങ്ങനെ ആ ഒരു സഹോദരന്റെ ബോധം കൂടി പോകുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എസ്പൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടുന്നത് അവൻ ആ ഒരു രാജകുമാരിയോട് പറയും ആ ഒരു രാക്ഷസന്റെ ശ്രദ്ധ തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജകുമാരി ആ ഒരു രാക്ഷസനെ കൈ അടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് അവന്റെ ശ്രദ്ധ ഇങ്ങനെ തിരിക്കാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ ആ ഒരു ബാഗിൽ നിന്നും ആ ഒരു പൊട്ടിയ കണ്ണാടി ഉണ്ടല്ലോ അതെടുത്തിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സൂര്യപ്രകാശം അതിൽ തട്ടി ആ ഒരു രാക്ഷസന്റെ കണ്ണിലേക്ക് ആ ഒരു വിളിച്ചടിക്കുമ്പോൾ രാക്ഷസന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് നല്ല ഇതിൽ വിളിച്ചടിക്കുമ്പോഴത്തേക്കും ഈ ഒരു രാക്ഷസന്റെ ശരീരം മുഴുവനായിട്ടും കല്ലായിട്ട് മാറാണ്. ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ രാക്ഷസൻ പൂർണ്ണമായിട്ടും ആ ഒരു കല്ലായിട്ട് മാറി ഇപ്പൊ അതെല്ലാം പൊടിഞ്ഞ് ആ ഒരു രാക്ഷസൻ അവിടെ വെച്ച് ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഈ ഒരു രാജകുമാരി ഇവർ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ്
നമ്മുടെ ഈ ഒരു രാജകുമാരുണ്ടല്ലോ, അവനും ആ ഒരു മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് തിരിച്ച് ഈ ഒരു രാജ്യത്തേക്ക് വരാനുള്ള വഴി അവൻ അറിയത്തില്ല. വരുന്ന വഴിക്ക് നമ്മുടെ എസ്പനെ കണ്ട ആ ഒരു മന്ത്രവാദിനിയുണ്ടല്ലോ, വയസ്സുള്ള സ്ത്രീ, അവർ കാണുമ്പോഴത്തേക്കും വഴി അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ തെറ്റുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവസാനം നമ്മുടെ രാജകുമാരിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജാവിനെ രാജ്ഞിക്കും നല്ല സന്തോഷമായി. അതുപോലെ നമ്മുടെ എസ്പനാണ് രാജകുമാരിയെ രക്ഷിച്ചത് എന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്ക് രാജാവ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു രാജ്യത്തിന്റെ പകുതി നിനക്കെടുക്കാന്ന് പറയുമ്പോൾ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ വീട് വീണ്ടും പണിയാനുള്ള കുറച്ച് സഹായം അല്ലെങ്കിൽ അതിനുള്ള പണം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേർ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇവർ പോയതിനു ശേഷം ആ ഒരു രാജാവ് തന്റെ മകളോട് പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാം, അത് നിന്റെ തീരുമാനമാണെന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എസ്പനും സഹോദരങ്ങളും വീണ്ടും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അച്ഛൻ അവിടെ തന്നെയുണ്ട്. അപ്പോഴായാലും ഇവരുടെ അച്ഛൻ ആ രണ്ട് സഹോദരങ്ങൾ മാത്രമേ കെട്ടിപ്പിടിക്കുന്നുള്ളൂ, നമ്മുടെ എസ്പനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ ഒരു സഹോദരങ്ങൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ കാരണം നമ്മുടെ എസ്പനാണെന്നും രാജകുമാരിയെ രക്ഷിച്ചത് അവനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് പണിയാനായിട്ടുള്ള എല്ലാ പണവും അവിടെ നിന്ന് തന്നിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന എസ്പന്റെ അച്ഛനെ അവന് ഓർത്തിട്ട് ഇപ്പൊ അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് ഇപ്പൊ നല്ല സ്നേഹമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ എസ്പനും അവന്റെ സഹോദരങ്ങളും കൂടി ചേർന്ന് ആ ഒരു വീടിന്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയാക്കാറായി. അങ്ങനെ ആ ഒരു പണിയിൽ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രാജകുമാരി എസ്പന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെയും അവരുടെ കൂരയിലേക്ക് കയറ്റിയിട്ട് ഇവർ രണ്ടുപേരും കാറിനുള്ളിലേക്ക് പോവാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ രാജകുമാരി കല്യാണം കഴിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ എസ്പനെയാണെന്ന് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.